ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലണ്ട് ഗാംബറ്റിലെ വളരെ അപകടകരമായ ഒരു ട്രാപ്പാണ്. ബ്ലാക്ക് തുടക്കത്തിൽ തന്നെ ആക്രമണാത്മകമായി കളിച്ച് എങ്ങനെ വെറും 8 നീക്കങ്ങൾക്കുള്ളിൽ ചെക്ക്മേറ്റ് നേടുന്നു എന്ന് നോക്കാം. വൈറ്റ് കേന്ദ്രം പിടിക്കാൻ D4 കളിക്കുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് C5 കളിച്ച് ഉടൻ തന്നെ കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നു. ഇത് ഇംഗ്ലണ്ട് ഗാംബിറ്റിലേക്ക് നയിക്കുന്നു. ഒരു പാവ് കൊടുത്ത ആക്രമണം നേടുക എന്നതാണ് ബ്ലാക്കിന്റെ ഉദ്ദേശം. വൈറ്റ് അധിക പാവ് സ്വന്തമാക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് വികസിപ്പിച്ച് കേന്ദ്രത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും നഷ്ടപ്പെട്ട പാവ് തിരികെ നേടാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ വികസിപ്പിച്ച് അധിക പാവിനെ സംരക്ഷിക്കുന്നു. ബ്ലാക്ക് ക്വീനെ E7ലേക്ക് കൊണ്ടുവന്ന് കേന്ദ്രത്തിലും E5 പാവിനുമെതിരെ ആക്രമണം ശക്തമാക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് വികസിപ്പിച്ച് ക്യൂവിന് നേരെ ആക്രമണം കൊണ്ടുവരുന്നു. ബ്ലാക്ക് ഉടൻ തന്നെ ക്വീൻ B4 ചെക്ക് നൽകി ആക്രമണത്തിന്റെ മുൻകൈ സ്വന്തമാക്കുന്നു. വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് തടയുന്നു. ബ്ലാക്ക് ബിറ്റു പാവ് സ്വന്തമാക്കി വൈറ്റിന്റെ റൂക്കിനും സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ C3യിലേക്ക് വികസിപ്പിച്ച് ക്വീന് ആക്രമിക്കുകയും റൂക്കിൻ പിന്തുണ നൽകുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B4ലേക്ക് കൊണ്ടുവന്ന് ആക്രമണത്തിൽ മറ്റൊരു പീസിനെയും സജീവമാക്കുന്നു. വൈറ്റ് ക്വീനെ D2വിലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെ സംരക്ഷിക്കുകയും വികസനം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് C3യിലെ ബിഷപ്പിനെ വെട്ടി വൈറ്റിന്റെ പ്രതിരോധത്തിൽ വിള്ളൽ സൃഷ്ടിക്കുന്നു. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ തിരിച്ചുവെട്ടുന്നു. പക്ഷേ ഇതാണ് ബ്ലാക്ക് കാത്തിരുന്ന അവസാന ടാക്ടിക്കൽ നീക്കം. ക്വീൻ C1ലേക്ക് എത്തി മനോഹരമായ ചെക്ക്മേറ്റ് നൽകുന്നു. വൈറ്റിന്റെ രാജാവിന് ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഈ ഗെയിം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന പാഠം ഇതാണ്: ഓപ്പണിംഗിൽ മെറ്റീരിയൽ നേടുന്നതിനേക്കാൾ പ്രധാനമാണ് വികസനവും രാജാവിന്റെ സുരക്ഷയും. ഒരു ചെറിയ അശ്രദ്ധ പോലും അതിവേഗ ചെക്ക്മേറ്റിലേക്ക് നയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.